ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള എൻ്റെ കുക്കിംഗ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഏത്തപ്പഴം ആയിരുന്നു, അത് പുഴുങ്ങാനായിട്ട് വേവിച്ചതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമൊക്കെ ആയിരുന്നു. പിന്നെ ഇത് കണ്ടോ, മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഇപ്പോൾ ഇതിനൊക്കെ വില കുറവുണ്ടെന്ന് തോന്നുന്നു. വാങ്ങാനായിട്ട് വന്നപ്പോൾ അവർ തന്നെ മുഴുവനെ തന്നെ തന്നു വിട്ടതാട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് ഞാൻ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇന്ന് ഒരു സാമ്പാറൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഞാൻ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ വേവിക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പരിപ്പും മത്തങ്ങയും കൂടി കുക്കറിൽ വേവിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കഷ്ണങ്ങളും കൂടി അരിഞ്ഞ് ഞാനിങ്ങനെ വെച്ചു. അപ്പോഴാണ് ഞാൻ ഇന്ന് രാവിലെ മുറ്റത്ത് പോയപ്പോൾ ഒരു കപ്പങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം എന്നാൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പങ്ങ ചെറുതായിട്ട് ഇങ്ങനെ ചെനച്ച് തുടങ്ങിയ ഒരു പാകമാണ് കേട്ടോ. അതായത് നന്നായിട്ട് ചെനച്ചിട്ടില്ല, എന്നാൽ നന്നായിട്ട് വിളഞ്ഞ ഒരു പാകമാണ്. അപ്പോൾ ആ പാകത്തിനുള്ള കപ്പങ്ങ വെച്ചിട്ട് ഇങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ചെനച്ച് പോവരുത്, എന്നാൽ ചെനയ്ക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടും ഉണ്ടാവണം ആ ഒരു പരുവത്തിന്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുറ്റത്തൊക്കെ പോകുമ്പോൾ ഇത് പഴുത്തു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുത്തിയിട്ട് വന്നത് കേട്ടോ. പഴുത്തിട്ടുണ്ടായില്ല. രാവിലെ തന്നെ ഇപ്പോൾ നല്ല മഞ്ഞല്ലേ, മഞ്ഞും നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പൂക്കളും നല്ല ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ രാവിലെ അതിൻ്റെയൊക്കെ ചോട്ടിൽ ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതിനിടയ്ക്ക് നമുക്ക് വേറെ ക്ലീനിങ് ജോലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അതൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഈ കപ്പങ്ങ കണ്ണിപ്പെട്ടത്. അങ്ങനെ പിന്നെ അത് മെഴുക്ക് പുരട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പും വേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ അതിൻ്റെ പണി കഴിയും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ സാമ്പാറിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വച്ചേക്കണത്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പരിപ്പും കൂടി വെന്ത് അതും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും സാമ്പാറിൻ്റെ പൊടിയും കൂടി ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കഷ്ണങ്ങൾ വേവായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ എന്തായാലും വയ്ക്കുമല്ലേ, അപ്പോൾ 2 ദിവസത്തേക്ക് കണക്കാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇനി ഈ സാമ്പാർ ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ കറിക്ക് ഉച്ചയ്ക്ക് ഊണിന് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പകുതി മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് അത് ചൂടാറുമ്പോൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കൽ നല്ലൊരു പണിയാണ്. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങൾ നുറുക്കാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒന്നിച്ച് കുറച്ചങ്ങോട്ട് നുറുക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ സാമ്പാറിന് നുറുക്കിയതിൻ്റെ കൂടെ തന്നെ ഒരു അവിയലിനുള്ള കഷ്ണങ്ങളും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സമയം പിടിക്കും ഇതിങ്ങനെ അരിഞ്ഞ് നുറുക്കിയൊക്കെ എടുക്കുമ്പോഴത്തേനും. അപ്പോൾ ഒരു ദിവസം മെനക്കെട്ട 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഒരു തോരനുള്ളതും ഒക്കെ അങ്ങനെ അരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ. അങ്ങനെ സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടാനായിട്ട് വെണ്ടയ്ക്കയും ഒരു പകുതി സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാള അരിഞ്ഞത് സാമ്പാറിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ സാമ്പാറിന്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ അങ്ങനെ സവാള ഇട്ടിട്ട് സാമ്പാർ വയ്ക്കാറുണ്ടായില്ല. പിന്നെ ഈ ഹോട്ടലുകളിലൊക്കെ ചെന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഈ സവാള ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ സാമ്പാറിന് വേറൊരു ഫ്ലേവറാണ്. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സവാള സാമ്പാറിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ, സൂപ്പറാണ്. അങ്ങനെ ഈ വെണ്ടയ്ക്കയൊക്കെ ഇട്ട് സവാളയൊക്കെ ഇട്ടതിന് ശേഷം വെണ്ടയ്ക്ക ഒരു 3/4 വേവാകുമ്പോൾ ഇതിലേക്ക് ഞാൻ കടുക് വറുത്ത് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക മുഴുവനായിട്ട് വെന്തിട്ടില്ല, 3/4 ഭാഗമാണ് വെന്തിട്ടുള്ളൂ. ഇനി ഒരു ചെറിയ വേവും കൂടി ഉണ്ട്. അപ്പോൾ അത് ഇതിൽ തന്നെ ഇരുന്ന് വെന്തോളൂ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല ചൂട് പിടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ പാത്രം. അപ്പോൾ അതിലിരുന്നിട്ട് ബാക്കി ആ വെണ്ടയ്ക്ക വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ വാട്ടിയിട്ട് വെണ്ടയ്ക്ക ഇടുമല്ലോ, അത് ചെയ്യണ്ട ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതിൽ തന്നെ ഇട്ട് ഈ വെണ്ടയ്ക്ക മുഴുവൻ വേവിച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കുഴയും. ഈ വെണ്ടയ്ക്കയുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കൊഴുപ്പിറങ്ങിയിട്ട് പിന്നെ ആ സാമ്പാറും ഒരു കുഴാന്നാവും. ആ കറി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ കഴിക്കാൻ എടുക്കണ സമയത്ത് പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഒരുപാട് കൊഴുപ്പും ഉണ്ടാവില്ല. നമ്മൾ ആ എണ്ണയിൽ വാട്ടിയിട്ട അതേ ഒരു ഇതിൽ കിടന്നോളൂ ആ വെണ്ടയ്ക്ക. അപ്പോൾ
കറിയും കേടായി പോവില്ല പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. അതല്ലെങ്കിൽ എണ്ണയിൽ വാട്ടിയിട്ട് ഇടും. കുക്കറിലേക്കാണ് കഷ്ണങ്ങൾ വേവിക്കണമെങ്കിൽ ലാസ്റ്റ് വെണ്ടയ്ക്ക എണ്ണയിൽ വാട്ടിയാണ് ഇടാറ്. ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പപ്പടമൊക്കെ ഞാൻ വറുത്ത് ഊണൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പേരയ്ക്ക വാങ്ങിയത് ഇരിപ്പുണ്ടായി. ഈ വലിയ ടൈപ്പ് പേരയ്ക്ക ഉണ്ടല്ലോ, അപ്പോൾ ഭയങ്കര മധുരമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്. അങ്ങനെ ഓവറായിട്ട് മധുരമൊന്നും ഉണ്ടായില്ല, പക്ഷേ സൂപ്പറായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ കുട്ടികൾ വന്നപ്പോൾ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുറിച്ച് വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സോനാപ്പപ്പടി വാങ്ങിയിട്ടുണ്ടായിട്ട്. അപ്പോൾ മോള് സോനാപ്പപ്പടി കഴിക്കണ കാര്യം പറയുണ്ടായി, അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് ബദാമൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇച്ചിരി റിച്ച് ആയിട്ടുള്ള സോനാപ്പപ്പടി ആയിരുന്നു. അപ്പോൾ അതും അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ സെർവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് ചായ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചായക്ക് പിന്നെ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ ഇരിക്കണ്ട, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും